കർണാടകയിൽ 24 മന്ത്രിമാർ കൂടി ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറും ഡൽഹിയിലെത്തി നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പേരുകൾക്ക് അന്തിമ രൂപമായത്. മുഖ്യമന്ത്രി ഇന്ന് രാഹുൽ ഗാന്ധിയെ കാണും. കർണാടകയുടെ ചുമതലയുള്ള രൺദീപ് സിംഗ് സുർജേവാലയുമായും കെ.സി. വേണുഗോപാലുമായും ഇരുവരും ചർച്ച നടത്തിയിരുന്നു. ഗുരുദ്വാര രഘബ്ഗഞ്ച് റോഡിലെ ഓഫീസിൽ ചേർന്ന യോഗത്തിൽ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താവുന്ന പേരുകൾ ചർച്ച ചെയ്യുകയും അന്തിമ തീരുമാനത്തിൽ എത്തുകയുമായിരുന്നു. ശേഷം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് പേരുവിവരങ്ങൾ കൈമാറി. ശനിയാഴ്ച 24 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറും. 28 മന്ത്രിമാരിൽ ആദ്യ 8 പേർ മെയ് 20-ന് മുഖ്യമന്ത്രിക്കും ഉപമുഖ്യമന്ത്രിക്കുമൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. ആർക്കും എതിർപ്പില്ലാതിരിക്കാൻ എല്ലാ വിഭാഗങ്ങളെയും പരിഗണിച്ചുകൊണ്ടാണ് മന്ത്രിമാരുടെ പേരുകൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത്. രാഹുൽ ഗാന്ധിയുമായി സിദ്ധരാമയ്യ കൂടിക്കാഴ്ച നടത്തി മന്ത്രിമാരുടെ പേരുകൾ അറിയിക്കും. അതേസമയം മന്ത്രിമാർക്ക് ഇതുവരെ വകുപ്പുകൾ തീരുമാനിച്ചിട്ടില്ല എന്നാണ് വിവരം. എല്ലാ സമുദായങ്ങളും തങ്ങൾക്ക് വേണ്ട വകുപ്പുകൾ നേരത്തെ കൂട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നതിനാൽ ആരെയും അവഗണിക്കാതെ വേണം വകുപ്പുകൾ ഇനി തീരുമാനിക്കാൻ എന്നുള്ളത് കോൺഗ്രസിന് വെല്ലുവിളിയാകും എന്നുള്ള അഭ്യൂഹങ്ങളും ഉയരുന്നുണ്ട്. മാത്രമല്ല, അടുത്ത വർഷം പൊതുതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ തെരഞ്ഞെടുപ്പിന് മുൻപ് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാനും വേഗത്തിൽ ഫലം കാണിക്കാനുമുള്ള തയ്യാറെടുപ്പിൽ കൂടിയാണ് പാർട്ടി. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.